ഇന്നത്തെ സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ചെയ്തിട്ടുള്ള ഒരു ഗ്രാമീണതയൊക്കെ തുടങ്ങുന്ന ഏറ്റവും സുന്ദരമായ സിനിമ. എല്ലാവരും കാണും. നല്ല മൂവിയാണ്, നല്ല മൂവി. ഫാമിലി എല്ലാവരും റിലേറ്റഡ് കഥാപാത്രങ്ങളാണ്. ശാന്തികൃഷ്ണ സൂപ്പറാണ്. സൗബിൻ എല്ലാവരും നമിത ആരെയും ഇതാകാമല്ല. കഥയും എല്ലാ കാര്യങ്ങളും ഡയറക്ഷനും എല്ലാം വളരെ മികച്ചതാണ്. നല്ല പടമാണ്, നല്ല ഫാമിലി പടമാണ്. എല്ലാ തരത്തിലുള്ള സിനിമകളും ഉണ്ടാവണം. അപ്പോൾ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്, നല്ല സിനിമയാണ്. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. അതായത് ബോബൻ സാമൽ എന്ന് പറഞ്ഞ ഡയറക്ടർ മുൻകാല സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ബോബൻ സാറിൻ്റെ സിനിമ എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും അത് നന്നായിട്ട് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തും. ഫാമിലിയായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ട് തന്നെ കാണും. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്. നമ്മുടെ സൗബിന്റെയും നമിതയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നമിതയുടെ ഒരു കംബാക്ക് എന്ന് പറയുന്ന ലെവലിലാണ്. എന്നുവെച്ചാൽ നമ്മൾ റെഗുലർലി കാണുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല. ചിലപ്പോൾ രണ്ടുപേരും നമ്മളെന്താ പറയുക, ഒരു വൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഫോർഗിവിങ് അങ്ങനത്തെ ക്യാരക്ടർ അല്ല നമിതയുടെ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. പെർഫോമൻസസ് ആരെയാണ് കൂടുതൽ നല്ല എടുത്തു നിൽക്കുന്നത്? പെർഫോമൻസസ് നോക്കുമ്പോൾ ഇത് രണ്ടുപേരും ഇങ്ങനെ എന്താ ഹെഡ് ടു ഹെഡ് അങ്ങനെയായിരുന്നു. ഇതിന്റെ ഒരു പ്ലോട്ട് പറയുന്നത് അത് ഇഷ്ടപ്പെട്ടു. അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്ലോട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ വൈഫിനാണല്ലോ എപ്പോഴും ഭയങ്കര പാവം, എല്ലാം വിട്ടുകൊടുക്കുന്ന ആളെന്ന് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ആ റോൾസ് തിരിച്ചു വരുമ്പം എന്തായിരിക്കും അവരുടെ ഫാമിലി ലൈഫ്, അതാണ് ഈ മൊത്തം പ്ലോട്ട്. ഇഷ്ടപ്പെട്ടത്. കുടുംബ പ്രേക്ഷകർക്ക് എന്തായാലും വർക്കാവുന്ന പടമാണ്. പടം നല്ല മൂവിയാണ്, ഫാമിലി സബ്ജക്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാനിതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതെ, ചെറിയ ഇടയ്ക്ക് നമുക്കൊരു തീപ്പൊരി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആളാണ്. എങ്ങനെയാണ് നമ്മുടെ സൗബിക്കയുടെയും നമിതയുടെയൊക്കെ പെർഫോമൻസ് ആണോ? എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. സൗബിക്കയാണെങ്കിലും നമിതയാണെങ്കിലും. നമിതനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ കാണുന്നത്. പിന്നെ ദിനീഷ് ചേട്ടൻ, ധ്യാൻ ചേട്ടൻ, എല്ലാവരും എടുത്തു പറയേണ്ട തന്നെ. എല്ലാവരും അവരുടെ മാക്സിമം നല്ല രീതിയിൽ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും ബോബൻ ചേട്ടനാണെങ്കിലും പിന്നെ സ്ക്രിപ്റ്റ്, സ്റ്റോറി, എവറിത്തിങ് എല്ലാം അടിപൊളിയാണ്. ഉറപ്പായിട്ടും. കാരണം നമിത കുറേ നാളിന് ശേഷം നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ, നല്ലൊരു സ്ട്രോങ് വുമൺ, എനിക്ക് അങ്ങനത്തെ സ്ട്രോങ് വുമൺ ക്യാരക്ടർ സിനിമയിൽ ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇതിലെ പ്ലോട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്ലോട്ടാണെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയണോ അല്ലേ? ആക്ച്വലി ഈ പ്ലോട്ട് വുമൺ ഓർ മെൻ അതല്ല, നീതി ആർക്കാണോ അവർക്കാണ് കിട്ടേണ്ടത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് പെണ്ണായതുകൊണ്ട് പെണ്ണിന് നീതി കിട്ടണം, ആണായതുകൊണ്ട് ആണിന് നീതി കിട്ടണം എന്നൊന്നല്ല. ആർക്കാണോ നീതി കിട്ടേണ്ടത്, നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ആരുടെ ഭാഗത്താ ശരി. അപ്പോൾ അവർക്ക് നീതി കിട്ടാം. ഞാനെപ്പോഴും എന്താണോ കറക്റ്റ് ട്രൂ ആയിട്ടുള്ള എന്താണ് അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. താങ്ക് യു. സന്തോഷമുണ്ട്. ഫസ്റ്റായിട്ടുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. ഇടയ്ക്കിന് മുന്നേ ചെറിയൊരു രീതിയിൽ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സന്തോഷം. അപ്പോൾ ഫാമിലീസ് വരട്ടെ. ഫാമിലീസാണ് ശരിക്കും ഫാമിലി സബ്ജക്റ്റാണ്, കുഞ്ഞു ചിത്രമാണ്. അതിലൊരു ചെറിയൊരു കോണ്ടന്റാണ് ആ സിനിമ. നാടൻ കഥാപാത്രം. അത് രസമായിരുന്നു. കാരണം ഇവരെല്ലാവരുടെയും കോമ്പിനേഷൻ, സൗമ്യക്കുണ്ട്, ദിലീഷ് ചേട്ടനുണ്ട്, ധ്യാനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഭയങ്കര റോ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത്. വർക്കൗട്ട് ആയിരിക്കുമെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയല്ല. നമ്മള് സ്വന്തമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നോക്കും. സിനിമ കഴിയുമ്പോഴും നമ്മുടെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്താൻ നോക്കും. ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും മെച്ചപ്പെടുത്താൻ നോക്കും. ഇതിലെ പ്ലോട്ട് എന്തായാലും സൊസൈറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്ലോട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? താങ്കളാണ് എല്ലാ പ്രാവശ്യം എന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ചാനലിന്റെ പേര് പറ. എനിക്കൊന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഇനി അത് നല്ല രീതിയിൽ റിസീവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതെ, എനിക്ക് ആക്ച്വലി ഈ സിനിമയുടെ കറക്റ്റ് പ്ലോട്ട് എന്താണെന്നുള്ളത്
ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. ഇന്ന് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അവിടെ കാണാം പ്രസ് മീറ്റ്. ഇത് വേറെ സിനിമയുടെ പ്ലോട്ട് പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എന്താ പ്ലോട്ട്? എടാ ബോബേട്ടൻ വിളിച്ചു, അബാമിന്റെ പടം, ഞാൻ പോകുന്നു, അഭിനയിക്കുന്നു. പ്ലോട്ട് നീ എനിക്ക് പിന്നെ പറഞ്ഞാൽ പടം കണ്ടില്ലേ? കാൽഭാഗം കണ്ടിടത്തോളം കൊള്ളാം.